ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഞാൻ സ്വന്തം ഒരു ഇളനീർ പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാ അതിപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പുഡിങ്ങാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതും നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോഴോ അതുപോലുള്ള പെരുന്നാളോ ഓണോ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്കും ഇത് വളരെ നല്ലൊരു പുഡിങ്ങാണ്. ഇത് വളരെ നല്ല സോഫ്റ്റായിട്ട് നല്ല ജെല്ലി ആയിട്ടുള്ള പുഡിങ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു 100 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് കരിക്കിൻ്റെ വെള്ളമാണ്, നല്ല അത്യാവശ്യം ചെറിയ മധുരമുള്ള വെള്ളം തന്നെയാണിത്. ഇത് നമുക്ക് ചൂടാക്കാനായിട്ട് പാനിലേക്ക് ഒഴിക്കാം. ഇനി അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെറിയ മധുരമുണ്ട് കരിക്കിൻ്റെ വെള്ളത്തിന്, എന്നാലും ഈ പുഡിങ്ങിന് അത്യാവശ്യം നല്ല മധുരം വേണം. അപ്പം ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നത് കൊണ്ട് 2 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ. ഓരോരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പഞ്ചസാര അലിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബട്ടൺ പ്രസ് ചെയ്യണേ. ഇത് നന്നായിട്ട് ഇപ്പോൾ പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. പഞ്ചസാര മെൽറ്റാവുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം 1 കപ്പോളം എനിക്ക് നല്ല കരിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അതിൻ്റെ ഒരു സോഫ്റ്റായിട്ടുള്ള പീസാണ് ഇതിനകത്തുനിന്ന്, ഈ കരിക്കിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു 2 സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് മിക്സിയിൽ നമുക്ക് നന്നായിട്ട് അടിച്ച് കുഴമ്പായിട്ട് എടുക്കാം. ഇപ്പോൾ കരിക്ക് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇതിപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ ചൈന ഗ്രാസ് ഒരു 10 ഗ്രാം വരും. ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഇപ്പോൾ കുതിർത്ത് വെച്ചതാണ് വെള്ളത്തിൽ. അത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസിൻ്റെ പൊടി കിട്ടുകയാണെങ്കിൽ അതൊരു 2 സ്പൂൺ ഇട്ടാൽ മതി. അത് ഡയറക്റ്റായിട്ട് ഇട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എടുത്ത് അരിച്ച് ഒഴിക്കാം. ഇപ്പോൾ ചൈന ഗ്രാസും പിന്നെ കരിക്കിൻ വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊരു പരന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒരു അരമണിക്കൂർ തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ സൂക്ഷിക്കാം. അപ്പോൾ നല്ല സെറ്റായിട്ട് വരും. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇപ്പോൾ അരിച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൊടി വേസ്റ്റുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് കളയാം. ഇതിപ്പോൾ അരിച്ചൊഴിച്ചതാണ്. നമ്മൾ ഇതുപോലൊരു വലിയൊരു പ്ലേറ്റിൽ അരിച്ചൊഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ 1 ലിറ്റർ പാല്, ഒരു 4 ഗ്ലാസ് പാലുണ്ട്, അത് നമുക്കിതിലേക്ക് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. ഈ പാലിലേക്ക് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് ചേർക്കാം. ഞാൻ ഇപ്പോൾ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചൈന ഗ്രാസും കരിക്കിൻ വെള്ളവും കൂടി ചൂടാക്കിയപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിനി കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇളനീറിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഇളനീറിൻ്റെ പൾപ്പ് ഒഴിച്ചത്. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കണം.
ഈ മിക്സിലേക്ക് നമുക്ക് ഒരു ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ പൊടിയിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൈന ഗ്രാസിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതൊരു സ്പൂൺ ചേർത്താലും മതി. എൻ്റെ കയ്യിൽ പൊടിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ കോൺഫ്ലവർ പൊടി ചേർത്തത്. ഏതായാലും മതി, നല്ല ജെല്ലിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ടായാലും നമുക്ക് ഉപയോഗം ഒരുപോലെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇത് ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമ്മൾ ജെല്ലി ആക്കാൻ വെച്ചേക്കുന്ന ചൈന ഗ്രാസിൻ്റെ മിക്സിങ്ങും തേങ്ങാ വെള്ളവും കൂടി ചേർന്നിട്ടുള്ള ആ കൂട്ടിലേക്ക് നമുക്കിത് മിക്സ് ചെയ്ത് ഒഴിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് ഇത് അടുപ്പ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ശരിക്കും തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വെക്കണം. നമ്മൾ ചൈന ഗ്രാസും തേങ്ങാ വെള്ളവും മിക്സിങ്ങും തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ടും തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ ആവാറായി. ഇൻഷാ അല്ലാഹ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഈ ഇളനീർ വെള്ളത്തിൽ ചൈന ഗ്രാസ് മിക്സ് ചെയ്തത് ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. നമുക്ക് ചെറിയ ലൈനായിട്ട് ഇട്ടിട്ട് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കാം. ഇൻഷാ അല്ലാഹ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ കഴിക്കാൻ നല്ല രസമായിരിക്കും. നല്ല ജെല്ല് പോലെ ഇരിക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഇൻഷാല്ലാഹ് ഇത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇളക്കിയിടാം. ഇത് നല്ല സോഫ്റ്റായ ജെല്ലിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. ഇൻഷാല്ലാഹ് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. സ്പാച്ചില വെച്ചിട്ട് പതുക്കെ ഇളക്കിയിട്ടാൽ നമുക്ക് സോഫ്റ്റായിട്ടിരിക്കുന്ന ചെല്ലി. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇത് ശരിക്കും കരിക്കിൻ്റെ വെള്ളവും പഞ്ചസാരയും എല്ലാം കൂടിയിട്ടുള്ള അടിപൊളി. ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. കൊച്ചുമക്കൾക്ക് കൊടുത്താൽ ഇത് തന്നെ അവർക്ക് ഇഷ്ടമാവും. നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഈ പാത്രത്തിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇട്ടിട്ട് നമുക്ക് മിൽക്കും പിന്നെ പാലും കൂടി ചേർത്ത മിശ്രിതം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പാലും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ചേർത്ത മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു ഓവർനൈറ്റ് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചേക്കാം. അപ്പോൾ രാത്രി ഫുള്ളിരുന്നാൽ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശരിക്കും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പാകമായിട്ട് വരും. 2-3 മണിക്കൂർ വെച്ചിട്ടെടുത്താൽ അത്രയ്ക്കും സെറ്റ് ആവില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഫുള്ളും ഇതിൽ വെച്ചേക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നാളെ രാവിലെ എടുത്ത് കാണിച്ചു തരാം. ഇതിലോട്ടൊന്ന് സെറ്റ് ചെയ്യാം. കുറച്ച് നമുക്കിതിൻ്റെ അടിഭാഗത്തോട്ട് ഇട്ടിട്ട് നേരത്തെ നമ്മൾ കാച്ചി തണുക്കാൻ വെച്ചിരുന്ന പാലിൻ്റെ മിശ്രിതം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. മിൽക്ക് മെയ്ഡും പാലും കരിക്കിൻ്റെ നമ്മൾ കരിക്കിൻ്റെ കരിക്കടിച്ച് ചേർത്തതും എല്ലാം കൂടിയുള്ള മിശ്രിതമാണ്. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നല്ലൊരു ടേസ്റ്റിയായ പുഡിങ്ങാണ്. ഇതിപ്പോൾ എന്ത് വിശേഷ ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഗസ്റ്റുകൾ വരുമെന്ന് അറിയുന്നതിൻ്റെ തലേ ദിവസം രാത്രി ഇതുപോലെ ചെയ്ത് വെച്ചാൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ലൊരു പുഡിങ്ങാണ്.
ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ചെയ്ത് വയ്ക്കട്ടെ. ഇതിന് മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന ഈ ക്യൂബ്സ് കൂടി ഇട്ട് നിരത്തി വയ്ക്കാം. പുഡിംഗ് ഇപ്പോൾ ഓവർനൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല സ്വീറ്റാണ്, നല്ല സോഫ്റ്റ് ആൻഡ് വളരെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.